ஆம்பியன்ஸு சொல்லணும் ஃபஸ்ட்டு. ഇതാ ചിന്ന കുഴന്ത. ഹായ് കൂട്ടുകാരെ, എൻ്റെ അൻപുള്ള തമിഴ് മക്കൾക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ഒരു ഇവിടുത്തെ ബാംഗ്ലൂർ ഹെറിറ്റേജ് വില്ലേജ് മോഡേൺ വില്ലേജ് നിങ്ങൾക്ക് അധികം പേർക്ക് അറിയാൻ സാധ്യതയില്ലായിരിക്കും. ഞാനും അധികം കണ്ടിട്ടില്ല, കേട്ടില്ല, ആരും പറഞ്ഞും കേട്ടില്ല. ഇന്നെന്തായാലും നമുക്കിന്ന് ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അടിപൊളിയായിട്ട് നമുക്ക് പോവാം. ഓക്കെ അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ, ഹലോ ഗൈസ്, ഹലോ കൂട്ടുകാരെ. ഇന്ന് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാംഗ്ലൂർ ആണ് ഞാനിപ്പോൾ ഇന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരു മോഡേൺ വില്ലേജ് എന്ന് പറഞ്ഞ ഒരു വില്ലേജ് ഉണ്ട്. എന്ന് വെച്ചാൽ പഴയ വില്ലേജ് എന്ന് പറയാം, എന്നാ പറയാം. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഇപ്പോൾ ഈ ഭാഗത്താണ് അതിൻ്റെ വഴി കാര്യങ്ങൾ. ഞാനപ്പോൾ ഇന്നൊരു വണ്ടിയിലാണ് തോന്നുന്നത്. ഫ്രണ്ട് എനിക്കൊരു വണ്ടി തന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോ എടുത്തിട്ടില്ല. നമുക്ക് എന്താണെങ്കിലും പോയിട്ട് നോക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതാണിപ്പോൾ ഹെറിറ്റേജ് മോഡേൺ വില്ലേജ് ബാംഗ്ലൂർ. അധികം ഞാൻ കേട്ടിട്ടൊന്നുമില്ല, ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് തപ്പിയെടുത്താണ്. അങ്ങനെ ഇപ്പോൾ വേറെ വീഡിയോസ് ഞാൻ എത്തിച്ചിട്ടില്ല, കേട്ടിട്ടില്ല, അങ്ങനെ ആരും ഇപ്പോൾ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു പുതിയൊരു ലുക്കിലൊരു വീഡിയോ എടുക്കാന്നുള്ള സെറ്റപ്പിലാണ്. പാർക്കിംഗ് ഫ്രീ എത്ര, 2 വീലറിന് 20, കാറിന് ഓട്ടോയും കാര്യങ്ങളാണ്, ബസ് കാര്യങ്ങളും. മോഡേൺ ഹെറിറ്റേജ് വില്ലേജ് എല്ലാവരും ബാംഗ്ലൂരുള്ളവർക്ക് ഏകദേശം വന്ന് കണ്ട ഒരു സ്ഥലം കേട്ടോ. നമുക്ക് നോക്കാം നല്ല ഉള്ളിൽ പോയിട്ട്. ഹലോ കൂട്ടുകാർ, വണ്ടിയുടെ പാർക്കിംഗ് എമൗണ്ട് പറയാനാ 2 വീലറിന് 20 രൂപ ബാലൻസ്. ബാക്കിയുള്ള എനിക്ക് കട്ടറിയില്ല, 50 രൂപ 150 രൂപയ്ക്കാന്ന് തോന്നുന്നു ബസ്സിനൊക്കെ. ഇവിടെയൊക്കെ കുറേ നോക്കി നിങ്ങൾ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്റ്റാച്ചുകളും എന്താ വെച്ചാൽ വില്ലേജ് ഹെറിറ്റേജ് വില്ലേജ് വേറെ ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്ന എല്ലാം, അല്ലാണ്ട് വേറെ ഇവിടുന്ന് എടുത്ത് വന്ന് അങ്ങനെ പഴയ വില്ലേജിൽ നിന്ന് എടുത്ത് വന്ന് അങ്ങനെയുള്ളൊരു സെറ്റപ്പൊന്നുമല്ല. എല്ലാം ഓരോ രൂപങ്ങൾ അല്ലെങ്കിൽ ഓരോ മനുഷ്യരുടെ ഓരോ ആകൃതിയിലുള്ള ഷേപ്പിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ല സ്ഥലമാട്ടോ ഇത്. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് തമിഴ്നാട്ടിലാണെങ്കിൽ, കന്നഡക്കാരൊക്കെയാണ്. അവരൊക്കെ എല്ലാവരും പറയുന്നുണ്ട് എന്നോട്, നിനക്കറിയാലോ അത്യാവശ്യം ലാംഗ്വേജ്, ആ രീതിയിലൊക്കെ ഒന്ന് സംസാരിക്കുക കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ശ്രമിക്കുക കേട്ടോ ഇടയ്ക്ക്. രാവിലെ ഒരു 9:15 കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ. എന്താണല്ലോ നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെ ആട്ടോ ഇത് ഇവിടെ. പക്ഷെ ഇവിടെ റോപ്പ് കെട്ടി വെച്ചതുകൊണ്ട് നമുക്കൊന്നും പറ്റുന്നൊന്നുമില്ല. ഹായ് കൂട്ടുകാരെ, എൻ്റെ അൻപുള്ള തമിഴ് മക്കൾക്കും കന്നഡ ಹುಡುಗರಿಗೂ ಫ್ರೆಂಡ್ಸ್ಗೂ ಇದು ಹೊಸದು ವ್ಲಾಗ್. ಏನಂದ್ರೆ ನಮ್ಮದು ಇಲ್ಲಿ ಬ್ಯಾಂಗ್ಳೂರು ಪಕ್ಕದಲ್ಲಿ ಇಲ್ಲಿಂದ ಏನು ಸಿಟಿನಂದ್ರೆ ഒരു 20 minutes ಅಷ್ಟೇ ಮೆಜೆಸ್ಟಿಕ್ಕಿಂದಲ್ಲಿ. ಇಲ್ಲಿ ಒಂದು ಹೆರಿಟೇಜ್ ಮಾಡರ್ನ್ ವಿಲ್ಲೇಜಲ್ಲಿ ಇದೆಯೇ, ನೋಡಬೇಕು ಇಲ್ಲಿ ಬಂದು. ಆಮೇಲೆ ಹಿಂದೆ ನೋಡಿ ಇದು ಫುಲ್ಲು ಎಲ್ಲಿಂದ ತಗೊಂಡು ಬರಲ್ಲ, ಎಲ್ಲ ಅವರು ಇಲ್ಲೇ ವರ್ಕ್ ಮಾಡಿದ್ದು ಗಾಂಧೀಜಿ ಎಲ್ಲ. ಅಲ್ಲೆಲ್ಲ ನೋ ಎನ್ರಿ ಇದೆ. அது விட்டு என்ன சொல்லுது, இங்கே ரோப்பு கட்டி இருக்குது, இதெல்லாம் ஓல்டு. அது இங்கே என்ன வச்சுன்னா நம்ம ரூரல் ஏரியா அந்த மாதிரி எல்லாம் இருக்குதுல்ல, அங்கே நல்லா மைக்ரேட் பண்ணதுக்கு பண்ணியிருக்குல்ல, அவங்க வச்சு அந்த ஒரு தீம் வச்சு பண்ணியிருக்குன்னு நினைக்கிறது எல்லாமே. அதுதான் ஹெரிಟೇಜ್ ಇಲ್ಲ. ಎಲ್ಲರಿಗೂ வெளியில் നിന്ന് ಇಲ್ಲಾಕ ಆಚೆ നിന്ന് ಬರೋದು ಜಾಸ್ತಿ ಜನ ಇಲ್ಲ, ಅವ್ರಿಗೆಲ್ಲ ನೋಡಬೇಕಲ್ಲ ನಮ್ಮದು വില്ലേജ് യാത്ര ಇದೆಯೇ, എങ്ങനെയുണ്ട്, അതേപോലെ തന്നെ അതൊക്കെ എല്ലാവർക്കും ಗೊತ್ತಾಗಬೇಕು. ഇവിടെ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ. ഇല്ലെന്ത് ಒಳಗಡೆ ಹೋಗ್ತಾರೆ, ಆಮೇಲೆ ಗೊತ್ತಿಲ್ಲ. ಇಲ್ಲಿ ಟಿಕೆಟ್ ಕೌಂಟ್ರೆಲ್ಲ ಇದೆಯಾ, ಹುಡುಗರೆಲ್ಲ ನಮ್ಮ ಹತ್ರ ಮಾತಾಡಿ ಹೆಸರು ಎಲ್ಲ ಕೇಳ್ತಾರೆ ಅವರು. ഈ ജനറേഷൻ ഇരിക്കുന്നത് എല്ലാവർക്കും വില്ലേജ് தெரியாது, ആർക്ക് എന്താണെന്ന് ആർക്കൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു തീം നല്ലൊരു ഐഡിയ എല്ലാവർക്കും. അവിടെ ഇരിക്കുന്നതാണേലും ഈ നിങ്ങൾക്ക് ഉള്ളിൽ കാണാൻ പറ്റും, അവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞ ആൾക്കാരല്ല, സ്റ്റാച്ചു ആണ് അതൊക്കെ. അല്ല
இந்த நோடு எல்லாம் பார்க்கறதுக்கு எல்லாம் ஒரிஜினல் மாதிரி இது தெரியுது. அங்கே ஒரு ஷெட் இது ஒரு நிறைய பேர் நிற்குது. ஆனால் எல்லோரும் ஏதோ பார்த்துட்டு இருக்குது. ஆனால் இங்கே போனோம் நல்லா தான் இருக்குது. അത് ഫുള്ള് ഒറിജിനൽ കേട്ടോ. പിള്ളേരൊക്കെ കുറേ സംസാരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തോട്ടോ എൻ്റെ അടുത്ത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ടിക്കറ്റ് കൗണ്ടർ എടുത്തില്ല, അതുകൊണ്ട് ഞാൻ ഉള്ളിൽ പോയിട്ടില്ല. ഇവിടെ കണ്ട ഭയങ്കര രസം കേട്ടോ. എന്നാൽ ആൾക്കാരേതാ പിന്നെ എന്താ പറയുക, ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് മറ്റേ സ്റ്റാച്ചു ഏതാണെന്ന് അറിയാൻ പറ്റില്ല. യാതൊരു ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റാച്ചു ഒന്നും കൊത്തേയില്ല. എന്നാലും നല്ലൊരിതുണ്ട് ആംബിയൻസ് കാര്യങ്ങൾ. ഇവിടെ നോക്കിയൊരു എന്നോട് இங்கே பாருது ஏதோ பண்ணிட்டு இருக்குது. ஆனால் இதுவுமே ஒரிஜினல் அல்ல, எல்லாம் ഡ്യൂപ്ലിക്കേറ്റ്. നമുക്ക് ടിക്കറ്റ് എടുക്കണം എന്താണെങ്കിലും കാര്യമായിട്ട്. എന്താ വേറെ മൂഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വേറെ ഫീലും കാര്യങ്ങൾ ആംബിയൻസ് എല്ലാം ഭയങ്കര എന്താ നമ്മൾ പോസിറ്റീവ് മൈൻഡ് തരുന്ന രീതിയുള്ള കേട്ടോ. എല്ലാവരും എന്താ പറയുക, എല്ലാവരും രാവിലെ വന്ന് ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ ഞാനിത് തേടി പിടിച്ച് വന്നതാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം, അത് എടുക്കണം എന്നുള്ള പരിപാടി നോക്കണം. എല്ലാം ഒറിജിനൽ പോലെ. ഞാൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം ഇതെല്ലാം പുറത്ത് ആരെ ഇരിക്കുന്ന നോക്കി. എന്താ ഭംഗി കാര്യങ്ങളൊക്കെ കളിക്കുന്നതിൻ്റെ പുറത്ത് കിട്ടിയ എനിക്ക് വേറെ എല്ലാവരും ഏതാ ട്രഡീഷണൽ ഡോക്ടർ ക്ലിനിക്ക് ഇതാ നോക്കി. നിങ്ങൾക്ക് തന്നെ എല്ലാം കാഴ്ചവെക്കാൻ പറ്റുന്ന കാര്യങ്ങളില്ല. വില്ലേജ് ഡോക്ടർ ഇതാ ഇതാ വൈദ്യൻ വില്ലേജിലെല്ലാം വൈദ്യനെല്ലാം ഇല്ല. അതാണ് കാര്യങ്ങൾ. ഇതാ പലചരക്ക് കട, ഗ്രോസറി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഗ്രോസറി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാനുള്ള കാര്യങ്ങളൊക്കെയാണിത്. കണ്ട് മനസ്സിലാക്കി. ബാംഗ്ലൂർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? വില്ലേജ് ട്രഡീഷണൽ, അതായത് മോഡേൺ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടികൾ നിൽക്കുന്ന ഒരു അമ്മ അവിടെ ഇരുന്ന് തേങ്ങ ചിരണ്ട അങ്ങനെ എന്താ കാര്യങ്ങൾ മുത്തശ്ശി വീട്ടിൽ. ഫോണായതുകൊണ്ട് അത് ഈ സൂം ചെയ്തൊക്കെ ആറ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ സൂമിങ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും കാണണം കേട്ടോ ഇത്, ഈ ഭംഗി ബാംഗ്ലൂർ ഇങ്ങനെയുള്ളത്. എല്ലാവരും ഇങ്ങനെ വന്ന് பார்க்கணும். ഇവിടെ 150 റുപ്പീസ് അഡൾട്ടിന്. 2 വീലർ ആണെങ്കിൽ 2 വീലർ കണക്ക് 20 രൂപ അಷ್ಟേ. എന്താ ഭംഗി, നല്ലൊരു ആംബിയൻസ് കാര്യങ്ങളാട്ടോ. ഇത് ബ്രഹ്മ കോംപ്ലക്സ് ബ്രഹ്മല്ല ബ്രാഹ്മൺസ് കോംപ്ലക്സ് എന്നായിരുന്നു കേട്ടോ അത്. ഫോണിൽ നോക്കിയിട്ട് വായിച്ചപ്പോൾ അതിൻ്റെ ഗ്ലാസിൻ്റെ ഇത് റിഫ്ലക്ഷൻ കൂടെ വായിപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഒരാൾ വന്ന് ഒളിഞ്ഞു നോക്കുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ. ഇതാ മാംഗ്ലൂർ ഹൗസസ് ആളുടെ ഒറിജിനൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനോട് മാംഗ്ലൂരിൽ ഒരു ഹൗസ് ಇದೆಯಾ, ಅಲ್ಲಿ ಮ್ಯಾರೇಜ್ ಎಲ್ಲ ಇರ್ತಾರಿಲ್ಲ, അതെല്ലാം ഇരിക്കുന്നത് അങ്ങേ ഇങ്ങനെ. അത് അവർ പബ്ലിഷ് ചെയ്ത് വെച്ചേക്കുന്നത്, നമ്മളത് പ്രസൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കാണാൻ ഭംഗിയൊരു ആംബിയൻസ്, എന്താ പറയുക, ഒരു വേറെ ഫീൽ തന്നെ കേട്ടോ. നമുക്കെല്ലാം അവിടെ കറക്റ്റ് തന്നെ അവർ കാണിച്ചു തരുന്നുണ്ട്. എല്ലാം അടിപൊളി രീതിയിൽ അവർ നമുക്ക് പ്രസൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാം ഒറിജിനൽ പോലെ തന്നെയുണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ കേട്ടോ. എല്ലാവരും വന്ന് കാണേണ്ട കാര്യങ്ങളാണ്. റിസോർട്ട് അത് കുറേ കുട്ടികൾ കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് ಬಂದಿದೆ. ഞാൻ ನೋಡಿದೆ, ಮಾತಾಡಿದವ್ರ ಹತ್ರ ಎಲ್ಲ ಎಲ್ಲರೂ ಬಿ ಸೆಕ್ಷನ್ நல்லா இருக்குது.
ഹെഡ്മാൻ ഹൗസ്, വില്ലേജ് തലവരുടെ വീട്. തലവര് ഡോഗ്. ഇവിടെ ഓരോ വീട് പോലെയൊക്കെ ആയതുകൊണ്ട് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് നോക്കിക്കേ, ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കേ. ശരിക്കും എല്ലാം ഒരു ഒറിജിനൽ പോലെയൊക്കെ തന്നെയുണ്ട് കേട്ടോ. നമ്മളൊരു പഴയ വില്ലേജ് അങ്ങനെ അവരുടെ ഒരു വീട്ടിലത്തെ എന്താ വില്ലേജ് തലവരിൻ്റെയൊക്കെ വീട്ടിൽ പോകുകയെന്ന് വെച്ച് നോക്കിക്കേ. ഇതായിരിക്കുന്ന ആള് ഡോഗൊക്കെ ആയിട്ട് ഗണ്ണൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതൊക്കെ ഒറിജിനൽ കണ്ടോ. ഇതൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റില്ല, എവിടുന്നേലൊക്കെ ഉരുപ്പിടിയൊക്കെ കൊണ്ടുവന്ന് വളരെയായിരിക്കും. ഇവിടെ അവരുടെ ഫാമിലിയുടെ ഫോട്ടോ കാര്യങ്ങളെല്ലാം നോട് മിക്കവാറും ഫാമിലി ഫോട്ടോ, ദൈവത്തിൻ്റെ ഫോട്ടോ എല്ലാം അവിടെ ഉണ്ട് കാര്യങ്ങളൊക്കെ. ഇത് ಆಂಟಿ ಇದು ಎಷ್ಟು ವರ್ಷ ಆಯ್ತು ಇಲ್ಲಿ? 100 ವರ್ಷ ಆಯ್ತು. ಅದು ಮೂರು ವರ್ಷ ಆಯ್ತು ಇಲ್ಲಿ. ಇದು ಹಳೆ ವಿಲೇಜಿಂದ ಇಲ್ಲಿ ತಗೊಂಡು ಬಂದಿದೆ. ಇದೆಲ್ಲ ಹಳೆ ವಿಲೇಜಿಂದ ತಗೊಂಡು ಬಂದಿದೆ. ಇದು ಇಲ್ಲ ಇಲ್ಲೇ ರೆಡಿ ಮಾಡಿದೆ. ಅದು ಎಲ್ಲ ನೋಡ್ಕೊ. ಒರಿಜಿನಲ್ ಹತ್ರ ಇದೆ. ಯಾರು ಒರಿಜಿನಲ್ ಯಾರು ಗೊತ್ತಿಲ್ಲ. ചേച്ചിയെ പറഞ്ഞൊക്കെ എല്ലാം എന്താ പറഞ്ഞു പാപ്പതൊക്കെ എല്ലാം ഒറിജിനൽ മാതിരിയാണ് ഇരിക്കുന്നത്. വില്ലേജിലെ അടിയാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഇവിടെ എല്ലാം പക്ഷെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. നമുക്കൊന്നും ഉള്ളിൽ കയറി കാണാൻ പറ്റില്ല. പക്ഷെ ഇവൻ്റെ പരിസരം കാര്യങ്ങളും എല്ലാം ഔട്ട് സൈഡ് ഇരിക്കുന്നത് എല്ലാം നമുക്ക് പക്കത്തറിയാം. വീട് പക്കത്തിരിക്കുന്നത് ஆம்பியன்ஸு சொல்லணும் ஃபஸ்ட்டு. இதான் சின்ன குழந்தை மகனை ഈ ആംബിയൻസ് നോക്കിക്കേ എല്ലാവരും. റൂഫ് ഹൗസ് എല്ലാ വീട്ടിലും കന്നുകാലി കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എല്ലാ വീട്ടിലുണ്ട്. അതുകൊണ്ട് നോക്കി ഇവിടെ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ നോക്കിയത് എല്ലാം നമ്മളിപ്പോൾ പഴയൊരു വില്ലേജ് അല്ല, ഇപ്പോൾ ഒരു അങ്ങനത്തെ വില്ലേജ് ഒരു സ്ഥലത്ത് പോയ പോലെ തന്നെ ഉണ്ട്. എന്താണ് സുഖം തന്നെ എല്ലാവരും വീട്ടില്? ನಿಷ್ಕಲ್ಮಸ ಮನಸ್ಸು, ಪ್ರೀತಿ, ಸ್ನೇಹ, ಬಾಂಧವಿಕೆ
നോക്കി, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതൊന്നും നിങ്ങൾ അറിയുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. പക്ഷെ എല്ലാവരും ഇത് വന്നൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ ബാംഗ്ലൂർ. ഞാൻ പിന്നെ പല ലാംഗ്വേജ് പറയുന്നുണ്ടാവും. അത് കുറേ ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു, കുറേ എന്ന് പറഞ്ഞാൽ എന്നെ അറിയുന്ന ഫ്രണ്ട്സ് കാര്യങ്ങൾ, അതുകൊണ്ടൊക്കെയാണ് പറയുന്നത്. വീട്ടിലൊരാളെ പോലെ തന്നെയായിരുന്നു കന്നുകാലികളും പശുവിനെയും ആണെങ്കിലും എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ നോക്കി നമ്മൾ ഒരു വീടിൻ്റെ നടുവിലേക്ക് വന്ന പോലെ, അല്ലെങ്കിൽ കുറേ വീടുകളുടെ നടുമുറ്റത്തേക്ക് വന്ന പോലെ. എന്ത് ആംബിയൻസ് ഇത് നോക്കി, പഴയ നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ തന്നെയില്ല ഇതൊക്കെ. ഇതാ നോക്കി, അത് നോക്കിയോ 2 കാക്കകളല്ല, പ്രാവ്. കാക്കയാണ് ഇരിക്കുന്നത്, പക്ഷെ അതൊന്നും ഇല്ല, ഒറിജിനല്ല. ഇതാ എന്നോട് പ്രാവ് ഇങ്ങനെ എല്ലാം பார்க்கறதுக்கு எல்லாமே ஒரிஜினல் மாதிரி இருக்குது. அங்கேருந்து இங்கே வெளியே வரும்போது நிறைய வீடுகளுக்கு ஃப்ரெண்டில் ஒரு சின்ன ஒரு ஸ்பேஸு, அதுக்குள்ள ஆம்பியன்ஸு வேறு. இது என்ன சொல்ல முடியல, அந்த மாதிரி ஃபீலிங் வேறு லெவலு. നമ്മൾ മലയാളത്തിൽ പറയും മുത്തശ്ശൻ്റെ കാര്യങ്ങൾ പറയാം, വയസ്സായ മുത്തശ്ശൻ്റെ കോഴി കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് பண்ணலாம். റൂറൽ ടെക് ഹൗസിൻ്റെ ഇങ്ങനെ കാര്യങ്ങൾ എല്ലാം നോക്കിയാൽ നിങ്ങൾ ഇതെല്ലാം വില്ലേജ് എന്ന് പറയുമ്പോൾ കുറേ മരങ്ങൾ, കാട്, മല, പക്ഷി മൃഗാദികളെല്ലാം ഉള്ളതാണ്. എനിക്ക് കൂടുതൽ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും കാര്യങ്ങൾ പറയത്തില്ല. നമുക്ക് വിഷ്വൽസ് നിങ്ങൾ കാണണം എല്ലാവരും. എന്താണേലും എന്തെല്ലാവരും എന്നോട് ವಿಶ್ವಲ್ಸ್ ಎಲ್ಲ ನೋಡ್ಬಿಡು. ಸ್ವಲ್ಪ ಮಾತಾಡೋಕೆ ಪ್ರಾಬ್ಲಮ್ ಎಲ್ಲ ಇದೆಯಾ, ಬಟ್ ಎಲ್ಲರೂ ನೋಡ್ಬಿಡು ಫುಲ್ಲ വീഡിയോ. ഇത് എന്താ പറയുക, ഇത് വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ടാലാണ് ഈ വിഷ്വലും കാര്യങ്ങളും. ബാംഗ്ലൂർ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു വില്ലേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ ഇവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറയുക. അത് അടിപൊളിയാട്ടോ. പിഞ്ചാര ഹൗസ് വായിക്കുന്നതിലൊക്കെ ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവരും. എല്ലാം നമുക്ക് ഇവർ തന്നേക്ക് നമുക്ക് പ്രസൻറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നല്ലൊരു, എനിക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു. ഇവിടെ ക്ലീനാട്ടോ, പക്ഷെ ഈ മരത്തിൽ നിന്ന് വീഴുന്നൊക്കെയുണ്ട്, എന്നാലും അവർ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങളുണ്ട്. അവിടെ ഒരാൾ ഇരുന്ന് വായിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും ഒറിജിനല്ല. നിങ്ങളത് മനസ്സിലാക്കേണ്ട സമയമായി കഴിഞ്ഞു സുഹൃത്തുക്കളെ. ഞാൻ ഭയങ്കര ആഗ്രഹം, പിന്നെ നമ്മുടെ സാഹചര്യം ഒന്നും അനുവദിക്കുന്നില്ല. ഇപ്പോൾ ചിത്രൻ്റെ വീഡിയോ കണ്ടൊക്കെ ആണെങ്കിലും എനിക്കും യാത്രയോടുള്ള പിന്നെ ആഗ്രഹം തോന്നി തുടങ്ങി. അതൊക്കെ എന്താണെങ്കിലും അവിടെ നിൽക്കട്ടെ. ഇതാ അടുത്തൊരിത് നോക്കിക്കുക നിങ്ങൾ. ഇത് പറ്റുവാണെങ്കിൽ ഞാൻ 2 എപ്പിസോഡായിട്ട് ഇടുള്ളൂ. ഇതെന്തോരം ഉണ്ടെന്ന് അറിയില്ല. ഞാൻ എന്താണെങ്കിലും ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തൊരു എപ്പിസോഡ് പോലെ ഇടാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇത് നോക്കിയൊരു കൊച്ചിനെ അവർ കുളിപ്പിക്കുന്ന കാര്യങ്ങൾ, അവിടെ പൂച്ച, ആ ക്രൂരമായി പാക്കത്. ഫാദർ ജീസ് കമ്മിങ്. അമ്മ, ചേച്ചി, കൊച്ച്, இங்கே எல்லாம் இந்த ஃபேமிலிக்குள்ளே எல்லோரும் இருக்குது. நம்ம ஓல்டு ஃபேமிலியிலெல்லாம் ಜಾಸ್ತಿ ಜನ ಎಲ್ಲ ಮಕ್ಕಳಿಗೆ ಎಲ್ಲ ಇದೆ, മരുമക്കൾ, അത് ഇത്, തമ്മ, മാമ, ആൻറ്റി, എല്ലാ തരം ഇത്. കുറേ കുട്ടികൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുറത്തുനിന്ന് കണ്ട്. അവരിനി ഞാൻ വന്ന വഴിക്ക് വരുന്നതാണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതേന്ന് തോന്നുന്നു എൻ്റെ പുറകെ വരുന്നത്. അവർ വരുന്നതിന് മുമ്പ് പരമാവധി കാർ ചെയ്യണം, പിള്ളേരുണ്ടെങ്കിൽ കാര്യങ്ങളും നടക്കുന്നു. ഫ്രണ്ട് കൂട്ടുകാരെ, അപ്പോൾ ഞാനെന്താണ് ഈ വ്ളോഗ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, വൈൻഡ് അപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് വെച്ചാൽ ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ക്ഷമിക്കണം. ഇത് നോക്കി നിങ്ങളിതൊരു ഫാമിലി എനിക്ക് പറ ഫുള്ള ഒരു ഫാമിലി இருக்குது. ಓಲ್ಡ್ ಫ್ಯಾಮಿಲಿ, ವಿಲೇಜಲ್ಲಿ ಫ್ಯಾಮಿಲಿ ಜಾಸ್ತಿ ಜನ ಎಲ್ಲರೂ ಇದೆ. டாக்ஸு அப்படின்னுல அந்த பசங்க நிறைய ஃப்ரெண்ட்ஸ் ஸ்கூல்லேருந்து ஒன் டே டூருக்கெல்லாம் വന്നിരിക്കുന്നത് நிறைய പേര്. ടൂറല്ല, വില്ലേജ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയണമല്ലോ നമ്മളെങ്ങനെ ജീവിച്ച് വില്ലേജ് കാര്യങ്ങളെല്ലാം അറിയണമല്ലോ. അപ്പോൾ ഓക്കെ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ.